Hi everyone, ഇന്നത്തെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. ഫുഡ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് നമ്മൾ എങ്ങനെയാണ് FosCos വെബ്സൈറ്റ് യൂസ് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്. നേരത്തെ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഫുഡ് രജിസ്ട്രേഷൻ എടുക്കുന്നത് എന്നുള്ളത്. അത് നമ്മൾ FSSAIയുടെ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവർ വെബ്സൈറ്റ് മാറ്റി FosCos എന്ന വെബ്സൈറ്റിലാണ് പുതിയ രജിസ്ട്രേഷൻസും ലൈസൻസും എല്ലാം എടുക്കുന്നത്. അപ്പോൾ നേരത്തെ നിങ്ങൾ FSSAIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ പുതിയതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേ സെയിം ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ട് തന്നെ ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ, അതായത് സ്മോൾ ഓർ പെറ്റി FBO സൈൻ ഇൻ എന്ന ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ടും ജസ്റ്റ് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു സ്മോൾ ഓർ FBO സൈൻ ഇൻ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പർപ്പസസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാനാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ സൈൻ അപ്പ് ഓപ്ഷൻ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ലൈസൻസിനായിട്ട് അപേക്ഷിക്കാനായിട്ട്. യൂസർ നെയിമും പാസ്വേഡും കൊടുത്തതിന് ശേഷം ക്യാപ്ച കോഡ് കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ഡാഷ്ബോർഡ്. ഇപ്പം നമുക്കിവിടെ 4 ഷെയ്ഡുകളായിട്ട് 4 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇൻകംപ്ലീറ്റ് അപ്ലിക്കേഷൻ, സബ്മിറ്റഡ് അപ്ലിക്കേഷൻ വിത്ത് സക്സസ്ഫുൾ പേയ്മെൻറ്റ്, റിവേർട്ടഡ് അപ്ലിക്കേഷൻ ബൈ അതോറിറ്റി, ഇഷ്യൂഡ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് 4ഉം എന്താണെന്നുള്ളത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഇൻകംപ്ലീറ്റ് അപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു അപ്ലിക്കേഷൻ ഫസ്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യാൻ തുടങ്ങി, പക്ഷേ അത് സേവ് ചെയ്തിട്ട് നമ്മളത് ഡ്രോപ്പ് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് അപ്ലിക്കേഷൻസിൽ നിങ്ങൾക്ക് പിന്നീട് ലോഗിൻ ചെയ്യുമ്പോൾ അവൈലബിൾ ആയിരിക്കും. ഇനി സക്സസ്ഫുൾ അപ്ലിക്കേഷൻ വിത്ത് പേയ്മെൻറ്റ് എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള അപ്ലിക്കേഷൻസിൻ്റെ വിവരങ്ങൾ ലഭ്യമായിരിക്കും. റിവേർട്ടഡ് അപ്ലിക്കേഷൻ ബൈ അതോറിറ്റി എന്ന സെക്ഷനെ കുറിച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് ഇപ്പോൾ നിങ്ങളുടെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷനിൽ എന്തെങ്കിലും കറക്ഷൻസ് ഒഫീഷ്യൽസിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരത് തിരിച്ചയക്കും. അങ്ങനെ തിരിച്ചയക്കുന്ന അപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക റിവേർട്ടഡ് അപ്ലിക്കേഷൻസ് ബൈ അതോറിറ്റി എന്ന സെക്ഷനിലായിരിക്കും. ഇനി 4ാമത്തെ ഓപ്ഷനായ ഇഷ്യൂഡ് എന്ന സെക്ഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇഷ്യൂ ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻസും ലൈസൻസിൻ്റെയും ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇഷ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിൽ പോയാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പുതിയതായിട്ട് എങ്ങനെയാണ് ഒരു ലൈസൻസിനോ രജിസ്ട്രേഷനോ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഡാഷ്ബോർഡിൻ്റെ താഴെ ലൈസൻസ് ഓർ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് അപ്ലൈ ഫോർ ന്യൂ ലൈസൻസ് ഓർ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണ്, ഏത് സ്റ്റേറ്റിലുള്ള ആൾക്കാണ് രജിസ്ട്രേഷൻ ആവശ്യമുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് നിങ്ങളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പുതിയതായിട്ട് എങ്ങനെയാണ് ഒരു ലൈസൻസിനോ രജിസ്ട്രേഷനോ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഡാഷ്ബോർഡിൻ്റെ താഴെ ലൈസൻസ് ഓർ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് അപ്ലൈ ഫോർ ന്യൂ ലൈസൻസ് ഓർ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ കൈൻഡ് ഓഫ് ബിസിനസ് എന്താണെന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ തരം എന്താണെന്നുള്ളത്. അതായത് നിങ്ങളിപ്പോൾ ഒരു മാനുഫാക്ചറാണ്, അതായത് വലിയ തോതിൽ മെഷീനറീസ് എല്ലാം സംഘടിപ്പിച്ച് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ. മാനുഫാക്ചറിങ് സെക്ഷനിൽ നിങ്ങൾ ഏത് ടൈപ്പിലുള്ള ആളാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പാലുൽപ്പന്നങ്ങളെല്ലാം വിൽക്കുന്ന ഒരു യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഡയറി യൂണിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ എന്താണോ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ടൈപ്പ് അതനുസരിച്ച് നിങ്ങൾക്കിവിടെ ഓപ്ഷൻസ് സെലക്ട്. ഇനി നിങ്ങളൊരു മാനുഫാക്ചർ അല്ല, മറിച്ച് നിങ്ങൾ മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡക്ട്സ് എടുത്ത് ട്രേഡ് അല്ലെങ്കിൽ റീറ്റെയിൽ ബിസിനസ് ആണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ ട്രേഡ് ഓർ റീറ്റെയിൽ എന്ന ഓപ്ഷനിൽ പോയിട്ട് നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളൊരു ഹോൾസെയിലർ ആണെന്നുണ്ടെങ്കിൽ ഹോൾസെയിലർ എന്ന ഓപ്ഷൻ എടുത്ത് നിങ്ങളുടെ പ്രതീക്ഷിക്കുന്ന ടേൺ ഓവർ എത്രയാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കൈൻഡ് ഓഫ് ബിസിനസ് എന്താണോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ടൈറ്റിൽ ചൂസ് ചെയ്യേണ്ടത്. അതായത് മാനുഫാക്ചർ ആണോ, ട്രേഡോ റീറ്റെയിൽ ആണോ, ഫുഡ് സർവീസ് ആണോ, എയർപോർട്ടോ സീപോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണോ, സെൻട്രൽ ഗവൺമെൻറ് ഏജൻസി ആണോ, ഇമ്പോർട്ടർ ആണോ, എക്സ്പോർട്ടേഴ്സ് ആണോ, മിഡ് ഡേ മീൽ, ഇ-കൊമേഴ്സ്, ഹെഡ് ഓഫീസ്, അങ്ങനെ ഏതാണോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യേണ്ടത്.
നിങ്ങൾ ഏതൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ താഴെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ഇത് റിലേറ്റഡ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. പെട്ടിക്കട, തട്ടുകട, പിന്നെ റെസ്റ്റോറൻറ്റ്സ്, ഫുഡ് വെൻഡിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതായത് ധാബ പോലെയുള്ള, പിന്നെ ഹോം ബേസ്ഡ് ആയിട്ടുള്ള കാറ്ററിങ്, ഫുഡ് സ്റ്റോള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുഡ് വെൻഡിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് താഴെയാണ് വരുന്നത്. അതേപോലെ ഫുഡ് സർവീസസ് ആണ് മെയിൻ കാറ്റഗറി വരുന്നത്. അതേപോലെ നിങ്ങളുടെ ടൈപ്പ് ഓഫ് ബിസിനസ് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ മെയിൻ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം താഴെയുള്ള ഓപ്ഷൻസും നിങ്ങളുടെ ബിസിനസ്സിന് റിലവൻ്റ് ആയിട്ടുള്ളതിൻ്റെ രീതിക്ക് ഡിസ്ക്രിപ്ഷൻസ് വായിച്ച് മനസ്സിലാക്കിയിട്ട് പ്രൊസീഡ് ചെയ്യാം. ഇനി ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്സിൽ നിങ്ങളുടെ ബിസിനസ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെഡ് ഓഫീസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. ഹെഡ് ഓഫീസ് എന്നുള്ള സെക്ഷൻ, അത് നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ മാനുഫാക്ചറും അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനും കൂടി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാനുഫാക്ചർ സെക്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ എടുക്കാം. അതേപോലെ തന്നെ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ട്രേഡ് ഓർ റീറ്റെയിൽ എന്ന ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ ഹോൾസെയിലർ ആയിട്ടാണോ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടാണോ അങ്ങനെ ഏതാണോ സെക്ഷൻ എന്ന് വെച്ചാൽ അതും കൂടി സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സെയിം രജിസ്ട്രേഷനിൽ തന്നെ 2 or 3 എത്രയാണെന്ന് വെച്ചാൽ കാറ്റഗറീസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റും. കൈൻഡ് ഓഫ് ബിസിനസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു ടേബിളായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നെയിം ഓഫ് ദി അപ്ലിക്കൻ്റ് ഓർ കമ്പനി എന്നുള്ള ഭാഗത്ത് അപേക്ഷകൻ്റെ പേര് അല്ലെങ്കിൽ കമ്പനിയുടെ പേര് പ്രൊവൈഡ് ചെയ്യാം. അതിനുശേഷം ഡെസിഗ്നേഷൻ, അതായത് നിങ്ങൾ ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ അത്, പ്രൊപ്പറേറ്റർ ആണെങ്കിൽ അങ്ങനെ, പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ല കോപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രീതിക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തത് വരുന്നത് അഡ്രസ് ഓഫ് പ്രമൈസസ് വേർ ഫുഡ് ബിസിനസ് ഈസ് ലൊക്കേറ്റഡ്, അതായത് ബിസിനസ് എവിടെയാണോ നിങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് അവിടുത്തെ അഡ്രസ്സാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അഡ്രസ്സ് എന്ന ഓപ്ഷനിൽ ബിസിനസ് പ്രവർത്തിക്കുന്ന ലൊക്കേഷൻ്റെ അഡ്രസ്സ് കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് ഓർ റീജിയൻ ഓർ സോൺ എന്നുള്ളിടത്ത് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ശേഷം നിങ്ങളുടെ റെയിൽവേ സർക്കിൾ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അതായത് ബിസിനസ് എവിടെയാണോ പ്രവർത്തിക്കുന്നത് അത് ഏത് റെയിൽവേ സർക്കിളിൻ്റെ താഴെയാണ് വരുന്നത് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. നിയറസ്റ്റ് റെയിൽവേ സർക്കിൾ നോക്കിയാൽ മതി. അധികവും റിവേർട്ടഡ് അപ്ലിക്കേഷൻസ് വരുന്നത് സർക്കിൾ തെറ്റായതുകൊണ്ടാണ്. അതുകൊണ്ട് കറക്റ്റ് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം ഇവിടെ വില്ലേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് അവൈലബിൾ എന്ന ഓപ്ഷനാണ് അധികവും നമുക്ക് ലഭിക്കാറ്. അപ്പോൾ നോട്ട് അവൈലബിൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ കറസ്പോണ്ടൻസ് അഡ്രസ്സിൽ ഏത് ഐ ഡി ആണോ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് അതിലുള്ള അഡ്രസ്സ് ഏതാണോ അത് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഇവിടെ ഈസ് യുവർ കറസ്പോണ്ടൻസ് അഡ്രസ് സെയിം ആസ് അഡ്രസ് ഓഫ് പ്രിമൈസസ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ അഡ്രസ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ, അതായത് വീടുകളിലൊക്കെ ഫുഡ് വെച്ച് സെർവ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യെസ് ഓപ്ഷൻ അടിച്ചാൽ സെയിം ഡാറ്റ തന്നെ വീണ്ടും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. യെസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ യെസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഡാറ്റ ഓട്ടോമാറ്റിക്കലി ഇവിടേക്ക് അക്യുമുലേറ്റ് ആയി കിട്ടും. അതിനുശേഷം ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ബിസിനസ് റിലേറ്റഡ് എന്തെങ്കിലും, ഇപ്പോൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡാറ്റ റിലേറ്റഡ് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് ഈ ഒരു നമ്പറിലോട്ടായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ കോൺടാക്റ്റ് ചെയ്യുന്ന പേഴ്സൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇവിടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ എത്ര വർഷത്തേക്കാണ് നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് എടുക്കേണ്ടതെന്ന് ചോദിക്കും. 5 വർഷത്തേക്ക് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓരോ വർഷത്തേക്കും 100 രൂപയാണ് ഫീസായിട്ട് FSSAI ചാർജ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ നെയിം ഓഫ് ദി ഫുഡ് കാറ്റഗറി ചോദിക്കും. എന്തിൻ്റെ റിലേറ്റഡ് ആണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളത്, എന്തൊക്കെ ഫുഡ് പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ബേക്കറി പ്രൊഡക്ട്സ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ബിസിനസ് അനുസരിച്ച് ഇത് മാറും. പ്രിപ്പയർഡ് ഫുഡ്സ്, അതായത് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ പ്രിപ്പയർഡ് ഫുഡ്സ് എടുക്കാം. സ്വീറ്റ്സ്, ഡെസേർട്സ് ഒക്കെ പോലെയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ കോൺഫെക്ഷനറി എടുക്കാം. ഇതിൽ ഓരോ ഫുഡ് കാറ്റഗറിയും എന്തൊക്കെ ഫുഡിൻ്റെ ഐറ്റംസ് ആണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് സെപ്പറേറ്റ് ഇവർ തന്നെ ഒരു PDF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പിക്കിൾസ് ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന സെക്ഷനിലാണ്. അപ്പോൾ ഏതൊക്കെ പ്രൊഡക്റ്റ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളത് സെപ്പറേറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന PDF നമുക്ക് ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. അതെങ്ങനെയാണ് വായിച്ചെടുക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് നമുക്ക് വീഡിയോയിലൂടെ അറിയാം.
അതിനുശേഷം ഇവിടെ വാട്ടർ സപ്ലൈയുടെ സോഴ്സാണ് ചോദിക്കുന്നത്. നിങ്ങൾ പബ്ലിക് ആയിട്ടുള്ള സോഴ്സസ് വഴിയാണോ വാട്ടർ എടുക്കുന്നത്, അതോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിണറുണ്ടെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങളുടെ ബിസിനസ്സിന് ഇലക്ട്രിസിറ്റി ആവശ്യമായിട്ട് വരുന്നുണ്ടോ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് യെസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എത്ര യൂണിറ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെയാണ് ബിസിനസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അധികമായിട്ട് ലോഡ് വരുന്നില്ല, അതുപോലെ പുതിയ കണക്ഷനൊന്നും എടുക്കേണ്ടി വരുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് നോ കൊടുത്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇനി ഇവിടെ അപ്ലോഡ് ഡോക്യുമെന്റ് സെക്ഷനാണ് കിട്ടുന്നത്. രജിസ്ട്രേഷൻ പർപ്പസിനായിട്ട് ഇവിടെ ഫോട്ടോഗ്രാഫും അതേപോലെ വാലിഡ് ID പ്രൂഫും മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നത്. രണ്ടും നമ്മൾ സൈൻ ചെയ്തിട്ട് എടുക്കണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ മുകളിലായിട്ട് സൈൻ ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ സൈസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ താഴെ വരാൻ പാടുള്ളൂ. എങ്ങനെയാണ് ഫോട്ടോഗ്രാഫ്സും ഡോക്യുമെൻറ്റ്സൊക്കെ റീസൈസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ നിങ്ങൾക്കും അതേപോലെ ചെയ്താൽ മതി. ഏതാണോ ഫോട്ടോഗ്രാഫിൻ്റെ ഫയല് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ അപ്ലോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് കിട്ടുന്നത്. നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് കറക്റ്റായിട്ട് അപ്ലോഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വ്യൂ അല്ലെങ്കിൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ അവിടെ കാണും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എററാണ് ലഭിക്കുക. ഇനി ഇവിടെ ഐഡൻറ്റിറ്റി പ്രൂഫ് എന്നുള്ളിടത്ത് നിങ്ങൾ ഏതാണോ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുന്നത് ആ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങളിവിടെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൂഫായിട്ടെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നേരത്തെ ചെയ്തതുപോലെ ചൂസ് ഫയൽ എന്ന ഓപ്ഷൻ എടുത്ത് നിങ്ങളുടെ ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഓൺലൈൻ പേയ്മെൻറ്റ് ത്രൂ റേസർ പേ എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ താഴെ പേ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്ക് എന്ന ഓപ്ഷൻ പോയിട്ട് കറക്ഷൻസ് എന്തെങ്കിലും വരുത്താനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ വെരിഫൈ ചെയ്തിട്ട് പേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. പേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് നടത്താനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കും. അതായത് ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വഴിയോ നെറ്റ് ബാങ്കിങ് ഓപ്ഷൻ വഴിയോ UPI വഴിയോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ UPI വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് എൻ്റെ VPA ആണ് ഇവിടെ ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ പേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എൻ്റെ GPay യൂസ് ചെയ്തിട്ടാണ് ഞാൻ പേയ്മെൻറ്റ് നടത്തുന്നത്. GPay ഓപ്പൺ ചെയ്തിട്ട് പേയ്മെൻറ്റ് നടത്തുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇവിടെ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഇവിടെ ആപ്ലിക്കേഷൻ റെസിപ്റ്റ് നമുക്ക് ഉടനെ തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള റെഫറൻസ് നമ്പർ വെച്ചിട്ടാണ് നമുക്കിനി ഈ ഒരു ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ടാണ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അവർക്ക് ഒഫീഷ്യൽസിന് വേറെ ഇതിനകത്ത് ക്ലാരിഫിക്കേഷൻസ് ഒന്നും വരുത്താനില്ല എങ്കിൽ അവരൊരു 2 ആഴ്ച മാക്സിമം അതിനകത്ത് തന്നെ